അത് രമേശ് ചെന്നിത്തലയുടെ യാത്ര അത് കഴിഞ്ഞു. അടുത്തത് കഴിഞ്ഞ ദിവസത്തെ ഈ KPCC യോഗത്തിൽ കണ്ണൂരിന്റെയും പേരാവൂരിന്റെയും പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞുകൊണ്ട് K സുധാകരനെയും സണ്ണി ജോസഫിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് MP അപമാനിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. അതിനെതിരെ K പ്രമോദിന്റെ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇത് ശരിയായോ? KPCC യോഗത്തിൽ കണ്ണൂരിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു MP സംസാരിച്ചത് ശരിയായോ? അദ്ദേഹത്തിൻ്റെ സംസാരം എന്തായിരുന്നു എന്നുള്ളത് ആ യോഗത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ. ആ യോഗത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടതാണ്. പക്ഷേ അദ്ദേഹം ആ രീതിയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതിനെ ഒരു വലിയൊരു വിഷയമാക്കി എടുത്തിട്ട് നിങ്ങൾ അത് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതൊന്നുമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇഷ്ടംപാട് വിഷയങ്ങളുണ്ട്. ഇതല്ലല്ലോ വിഷയങ്ങൾ. അതന്ന് അവിടെ സ്റ്റോപ്പായി ആ വിഷയങ്ങൾ. അത് ആ KPCC ഹാളിൽ തന്നെ ഒരു സ്റ്റോപ്പായ ഒരു വിഷയമാണ്. അതിനകത്തുള്ള വിഷയങ്ങൾ അങ്ങനെ ആ രീതിയിലൊന്നുമല്ല. ഇത് പുറത്തു വരുന്ന കഥകൾ വേറെയാണ്. അല്ലാതെ ഇത്രയും ഒരു ഷാർപ്പായ ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഇതിനെ നിങ്ങൾ വേറെ രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അത് സംസാരിക്കും, ഒരു ഇന്നർ ലീഡർഷിപ്പ് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളോടൊപ്പം തന്നെ പല കാര്യങ്ങളും സംസാരിക്കും. അത് അവിടെ തന്നെ തീരുന്ന വിഷയങ്ങളാണ്. അല്ലാതെ അതിനെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ ചാനലുകളിൽ വരുന്ന ചർച്ചകളാണോ യാഥാർത്ഥ്യം? അവിടെ പറഞ്ഞതാണോ ഈ ചാനലിൽ വന്നിരിക്കുന്നത്? അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങൾ അല്ലല്ല അത്തരം കാര്യങ്ങളിൽ ചാനലുകളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല. കാരണം എനിക്കറിയാലോ ആ യോഗത്തിൽ എന്താ ഉള്ളതെന്ന്. അപ്പോൾ പിന്നെ നമ്മളത് സംസാരിക്കേണ്ട കാര്യമല്ല. യോഗത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ യോഗത്തിൻ്റെ ഉള്ളിൽ അവിടെ തീരുകയാണ്. അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. നോ കമൻസ് അല്ലേ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതവിടെ തീർന്നു. ലീഡേഴ്സ് ആരെങ്കിലും ആ യോഗത്തിൽ പങ്കെടുത്ത ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, തീർന്നു. അതിനകത്ത് ആ യോഗത്തിൽ പങ്കെടുത്തവരെന്താണ് യോഗത്തിൽ പറഞ്ഞത് എന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ അറിയുള്ളൂ. ചാനലുകൾക്ക് ആരും കൊടുത്തിട്ടില്ല. ആ യോഗത്തിൽ പങ്കെടുത്ത ആരും ചാനലുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞതും കാര്യങ്ങളെല്ലാം അവിടെ തീർന്നില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾക്കെതിരെ നടപടിയോ അല്ലെങ്കിൽ ഷോക്കോസോ വിശദീകരണമോ ഒക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ ആ KPCC ഉന്നത യോഗമാണ്, അതവിടെ കഴിഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടണ്ട. കാരണം മറ്റു ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഏതാ ഏത് പ്രതിഷേധം? എന്ത് പ്രതിഷേധം? അല്ല, അതിൻ്റെ ചാനലുകൾ വന്നാണ്. അതിൻ്റെ ഉള്ളിൽ നടന്നത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കും ആർക്കും അറിയത്തില്ല. ഞാൻ ഒഴിച്ച് അവിടെ എന്താ സംസാരിച്ചത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ ആരോടും അതിനുള്ളിൽ പങ്കെടുത്ത ഒരാളും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്താ സംഭവം? വെറുതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിഷയമില്ലേ? ഇത് വലിയ കാര്യമുള്ള വിഷയമാണ്. അതവിടെ തീർന്നു. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ തീർന്നു. ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓ, എന്തൊരു പ്രയാസം! അല്ല, നിങ്ങൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അല്ലല്ലോ നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ? അവര് തള്ളിക്കളയുന്നുണ്ടാവില്ല, നമ്മളെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അല്ല, അതിപ്പം DCC പ്രസിഡന്റ് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. അല്ല, നമ്മൾ ഏതൊക്കെ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുന്ന സമയത്തല്ല, അത് വെൽഫെയർ പാർട്ടി എന്നുള്ളതല്ല. ഏത് സംഘടനകളായിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നെ KPCC-ആണ്. DCC-ക്ക് ഇത്തരം കാര്യങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശവും DCC-ക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാടായി പാറയിൽ ഒരു പ്രകടനം നടത്തി. അത് വലിയ വിഷയമായി BJP അത് ഏറ്റെടുത്തു.
വർഗീയ വിഷയമായി അത് മാറി അവിടെ അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് പ്രകടനം നടത്തിയത് ശരിയായിരുന്നു? അല്ല, അതിനെക്കുറിച്ച് ഞാൻ അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായി ചാനലുകൾക്ക് ഞാൻ അന്ന് തന്നെ അതിൻ്റെ ഇത് കൊടുത്താണ്. പിന്നെ അത് എന്താ അറിയോ, ഇതിങ്ങനെ നമ്മൾ പറഞ്ഞ് വീണ്ടും അവിടെ ഒരു വർഗീയ ഒരു വിഷയമായി വീണ്ടും മാറ്റിയെടുക്കുന്നത് ശരിയല്ല. അതിനെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ന നിലയിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ വീണ്ടും അതിനെ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്ത് വേറൊരാൾക്ക് പറയാം, പിന്നെ അതിനകത്ത് വേറൊരാൾക്ക് പറയാം. അങ്ങനെ ആ വിഷയം നിലനിർത്തിക്കൊണ്ട് പോയി പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു പ്രവണത വളർത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും ശരിയായ വിഷയമല്ല. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളത്. ഇത് ഒന്ന് ഗംഭീരമായിട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ രാവിലെ 6:15 നമ്മളൊപ്പം നടക്കാനും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത്